ഹായ് ഹലോ ഗൈസ്, റൂട്ട് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളിപ്പം വീട്ടിലാണല്ലോ. വീട്ടിൽ വെച്ച് നമ്മളൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് അറിയാമോ? വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പച്ചയ്ക്ക് ഒരു ചിക്കനെ കഴിക്കാൻ പോവുകയാണ്. പച്ചയ്ക്ക് ചിക്കനെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രോയോ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പച്ചയ്ക്ക് ചിക്കനെ കഴിക്കുക എന്നുള്ളത്. അപ്പം പച്ചയ്ക്ക് ചിക്കൻ കഴിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം. അപ്പം കൂടുതലും ഞാൻ ഇൻട്രോ വലിച്ചു നിൽക്കുന്നൊന്നുമില്ല. നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. അപ്പോൾ അപ്പം നമ്മൾ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാകുമ്പോൾ നേരെ ഇനി പച്ചയ്ക്ക് ചിക്കൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതെ, പച്ചക്കൊക്കെ തിന്നാൻ പറ്റും. കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ നീ കഴിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഓർത്ത് നീ എല്ലാം കഴുകിയൊക്കെ വെച്ചായിരിക്കും. അമ്മ പിന്നെ അല്ലേ കഴുകത്തൊന്നുമില്ല. അപ്പം നമ്മുടെ ജോലിയാണ്. എന്തായാലും നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ പോകല്ലേ. അപ്പോൾ ഒന്ന് എല്ലാം നല്ല രീതിയിൽ ഒന്ന് കഴുകിയേക്കാം. ആങ്ങളെ അത് അമ്മയ്ക്ക് വേണോ പച്ചയ്ക്ക്? അമ്മ പച്ചയ്ക്കോ അല്ലാതെ ഒന്നും കഴിക്കത്തില്ല. ചിക്കൻ നല്ല ബീഫോ കാര്യങ്ങളൊന്നും അമ്മ കഴിക്കില്ല. അപ്പോൾ നമുക്ക് നേരെ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോട്ട് പോവാം. അപ്പം എന്ത് ചെയ്യുക ഗൈസ്, ഇത് നമ്മൾ 1,900 ഒരു കോഴിയാണ് മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ ഒക്കെ പോയതിന് ശേഷം ഇനിയിപ്പം 1,900 പറയാൻ പറ്റില്ല. അപ്പം പപ്പും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1,900 ഉണ്ടായിരുന്ന കോഴിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കഴുകി എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം പച്ച ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എടുത്ത് കഴിക്കുകയല്ല. ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം ഇനിയിപ്പോൾ സോപ്പിട്ട് കഴുകാനൊന്നും പറ്റില്ല. അതിനനുസരിച്ച് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സവോള, ഇത് 4 സവോളയാണ്. ഇത്രയും ആവശ്യമൊന്നും വരില്ല, എന്നാലും നമ്മളങ്ങ് കട്ട് ചെയ്ത പോലെ ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മല്ലിയില, അതേപോലെ തന്നെ പുതിനയിലയുണ്ട്, പച്ചമുളകുണ്ട്. അത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകുണ്ട്. അതേപോലെ തന്നെ തൈര്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു നാരങ്ങ, കറുവാപ്പട്ടയും, അതേപോലെ തന്നെ മറ്റെന്താ കാതിൽപ്പൂ എന്നൊക്കെ പറയുന്ന സാധനം മസാലയ്ക്കകത്ത്. പിന്നെ ഗ്രാമ്പും ഉണ്ട് കേട്ടോ. ഗ്രാമ്പ് ഞാൻ നോക്കട്ടെ, ഗ്രാമ്പ് ഇവിടെ കാണുന്നില്ല. ഗ്രാമ്പും കൂടെ എടുക്കാനുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ബദാം, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് ഗരം മസാലയാണ്. ഗരം മസാല, ഓക്കെ, ഗരം മസാല, അതേപോലെ തന്നെ നമ്മുടെ ഏലക്ക, പിന്നെ എല്ലാത്തിനും പ്രധാനമായിട്ടുള്ള ഉപ്പ്. അതേപോലെ തന്നെ വേണ്ട ഇപ്പം നമ്മൾ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ണയല്ല എണ്ണ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇനി ഇതിനകത്ത് ഞാൻ പറയാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ട് എങ്കിൽ ഞാൻ ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഈ ഉരുളിക്കകത്താണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ ഉരുളിക്കകത്തോട്ട് നമുക്ക് തീ കത്തിക്കണം. ഗ്യാസ് ഇതിനകത്ത് ഗ്യാസില്ല. നമ്മൾ അമ്മയുടെ സെറ്റപ്പ് ആ ഒരു പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേ ചെയ്ത ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് അമ്മയ്ക്ക് പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാസൊന്നും വേണ്ട, വിറകടുപ്പേ തന്നെയുള്ള അമ്മ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഗ്യാസ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ചെയ്തില്ല. അപ്പം ഇവിടെ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് വിറകെ തന്നെയാണ് കേട്ടോ. ഇച്ചിരി പാടൊക്കെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് വരുന്നത് അടുപ്പയിൽ വിറകടുപ്പ ചെയ്യുമ്പോഴത്തേക്കാണല്ലോ, അതുകൊണ്ടാണ്. അതാണ് അമ്മയുടെ കൺസെപ്റ്റ്. അപ്പം നമ്മളും ആ രീതിയിൽ തന്നെ വിറകടുപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി തീയൊക്കെ കത്തിക്കാം. അപ്പോൾ അമ്മയായിരിക്കും തീയൊക്കെ കത്തിക്കുന്നത്. അമ്മയുടെ റോള് വന്നിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഊതി തരാം. അപ്പോൾ ഒന്ന് തീ കത്തിച്ചോ കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അരച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഇവിടെ ഇതളൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഈ കാഷ്യൂനട്ട്, ബദാം, ഇതെല്ലാം നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അരച്ചെടുത്തുകൊണ്ട് വരാനുണ്ട്. അപ്പം അരച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ തീ പിടിപ്പിക്കൽ കർമ്മം തീയുടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുപ്പ് കത്തിക്കൽ കർമ്മമൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പം ഇവിടെ നോൺ വെജോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ലായിരുന്നു. ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ നോൺ വെജോ കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് ഒരു 10 ദിവസം അല്ലേ നമ്മളതേ ഇപ്പം തീയൊക്കെ പിടിപ്പിച്ചു. വീണ്ടും ഇവിടെ പാചകത്തിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പം വറുത്തെടുക്കാനുള്ളത് സവോള വറുത്തെടുക്കാനുണ്ട്, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ ബദാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. എന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് അരച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പം ചൂടൊക്കെ ആയി കേട്ടോ, നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കശുവണ്ടിയും അത് ബദാമും ഒക്കെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതിനകത്ത് നമുക്ക് പിസ്ത ഉണ്ടായിരുന്നു, വേണമെങ്കിൽ പിസ്ത വേണമെങ്കിൽ ഇടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം പിസ്ത കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മളിടുന്നത്. അപ്പം ബദാം, പരിപ്പ് എല്ലാം ഒന്ന് ചൂടാക്കട്ടെ. അപ്പോൾ ചൂടായോ? ചൂടായിട്ടുണ്ട്. ചൂടായെങ്കിൽ പിന്നെ നമുക്ക് അത് ഇന്ന് മാറ്റാം. മാറ്റിയിട്ടുണ്ട്. അതിന് കരിഞ്ഞു പോയാലോ അല്ലേ? ആയില്ലേ? ഒന്ന് കണ്ടോ പറഞ്ഞു ശകലവും കൂടെ. നിങ്ങളുടെ മെയിൻ പാചകക്കാരി പറയാതെ മാറ്റുന്നതല്ലായിരിക്കും. അപ്പം അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നമ്മൾ തിരിച്ച് ചൂടാക്കിയെടുത്തു. പിസ്ത വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത കൂടെ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞങ്ങളുടെ കയ്യിൽ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമ്മളിപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് അടുത്തത് സവോളയാണ്. അപ്പം സവോളയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊന്നുമില്ല, സവോള വറുത്തെടുക്കാൻ പോവുകയാണ് അല്ലേ. ഇനിയിപ്പം പാത്രം ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ. അപ്പം നമ്മൾ സവോള വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സവോള വറുത്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ ഒഴിക്കണം. എണ്ണയ്ക്ക് പിശുക്ക് കാണിക്കണ്ട. എണ്ണയ്ക്ക് ഒരു പിശുക്കും കാണിക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോള ചേർക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് എന്തെങ്കിലും സാധനം മറന്നു പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞങ്ങൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം കൂടെ വേണം കേട്ടോ. ജീരകം കൂടെ നമ്മൾ ചേർക്കണം. കുറച്ച് മതി, ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് അതെ. നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ക്രിസ്പി രൂപത്തിലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അതെല്ലാം വരട്ടെ. അമ്മ നോക്കിയേ. അതെ, എടുത്തോ. പൊടിച്ചെടുക്കണ്ട. ആയോ? ആയി. എന്തായാലും കൂര ഇരിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ. സവോളയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ്, ബദാം, ഈ സവോള ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വരിക. ഇത്രയാണ്, പൊടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരിക. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമാണ്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്കിനി ഈ സവോള, അണ്ടിപ്പരിപ്പ്, ബദാം ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരിക. ഓക്കെ ഗൈസ്, നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ കൂടെ ഇടാം. പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇടാൻ പോവാണ്. അപ്പോൾ ആദ്യമേ മഞ്ഞപ്പൊടി, ഇപ്പം അടുത്ത് ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് എരിവ് വേണ്ട, നമുക്ക് പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. കുരുമുളക് പൊടി ഇട്ടു. ഇനിയിപ്പോൾ അടുത്ത് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി 2 ചെറിയ സ്പൂണ്. അതേപോലെ തന്നെ ഇനി ഗരം മസാല ചേർക്കാൻ പോവാണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ ഏലക്കാപ്പൊടി നമ്മൾ ചേർക്കുകയാണ്. നമ്മുടെ ഏലക്ക പൊടിച്ചാണ് കേട്ടോ ഇവിടെ. നമ്മുടെ കയ്യിലിരുന്ന ഏലക്ക പൊടിച്ചതാണ്, ഏലക്ക പൊടിയായിട്ട് മേടിച്ചല്ല. അപ്പം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്.
ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ നാരങ്ങ, ഇച്ചിരി നാരങ്ങ ഒഴിച്ച്, ഇതെല്ലാം കൂടെ അല്ല അതൊഴിച്ചോ, നാരങ്ങ ഒഴിച്ചു. ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പം ഉപ്പിട്ടു, നാരങ്ങ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ നീരും കൂടെ ഒഴിക്കാം. ഒരു വലിയ നാരങ്ങയുടെ ഒരു പകുതിയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പം നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തൊരു കുറച്ച് തൈരും കൂടെ ഒഴിക്കാനുണ്ട്. തൈര് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒഴിക്കാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്കിനി എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മല്ലിയില, പുതിനയില, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയുള്ള സാധനം നമുക്കിത് കൊണ്ട് ഇടുകയാണ്. ഇതാണ് ഇതിന് കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ പച്ച കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർക്കാം. പക്ഷെ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കില്ല. നമ്മൾ തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പുതിനയിലയും അതേപോലെ തന്നെ മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടെ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിക്കാനുണ്ട്. അതേപോലെ തന്നെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പം ആദ്യമേ തൈര് കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ്, ബദാം, അതേപോലെ തന്നെ സവോള വറുത്ത് വെച്ചതെല്ലാം കൂടെ നമ്മളിപ്പം ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ടാവും. അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് അല്ലേ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ കണ്ട ഇപ്പം തന്നെ ഈ ഒരു രീതിയിൽ മതി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമ്മളിപ്പം വെള്ളം ഒരുപാട് ചേർത്തൊന്നുമില്ല. ഇനി ഇതൊന്ന് ഒരു 1 hour ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അന്നേരത്തേക്ക് നല്ല രീതിയിൽ ഇത് പിടിക്കും. അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇനി ഒരു 1 hour ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ നോർമലി ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം. അപ്പം ഇനി നമ്മൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഉരുളയൊക്കെ വെച്ച് കൊടുത്തു. ഇനിയാണ് മെയിനായിട്ടുള്ള പരിപാടികൾ നടക്കാൻ പോകുന്നത് കേട്ടോ. ഇത്രയും നേരം അതിൻ്റെ മുൻകരുതലും കാര്യങ്ങളായിരുന്നു. ഇനി മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചക്ക് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ചൂടുണ്ടായ ഇനി ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. സവാള വറുത്ത എണ്ണ കുറച്ച് അതിന്റെ തെളിഞ്ഞ എണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. മതി. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടുള്ള എണ്ണ തന്നെയാണ് എന്നാലും. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ തക്കോലോ, ഈ സാധനം കേട്ടോ, ഈ പൂവ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിടും. ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ചെറു ജീരകം ഇട്ട്, കറുവാപ്പട്ട, ഗ്രാമ്പു, അതേപോലെ തന്നെ കൊലോ, ഈ സാധനം കേട്ടോ, ഈ പൂവ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിടും. അപ്പം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, ചൂടായി വരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്, ബാക്കി നീ ചെയ്തു. നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാനിരുന്നിട്ട് 1 മണിക്കൂറോളമായി. ഇനി എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി അങ്ങോട്ട് തകൃതിയായിട്ട് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെഗ് പീസ് തന്നെ നമ്മൾ ഇട്ടേക്കാം. ചിലവരിത് ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കും. അങ്ങനെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അതല്ല ഇച്ചിരി ചാറായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. ഞാനിപ്പം ഇച്ചിരി കുറിയ ചാറൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അറപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. അതായത് ഇതിപ്പം അരപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ, ഒരുപാടല്ല,
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. 5-10 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ചിക്കനകത്തെ വെള്ളം എല്ലാം ഇറങ്ങി വരും. ഒന്ന് അടച്ച് വെച്ചേക്കാം. അപ്പം ദേ അടച്ച് വെക്കുവാണ്. അപ്പം ദേ നമ്മൾ തീയൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ച് മീഡിയം രീതിയിൽ, ഇപ്പം വിറകടുപ്പായോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ തീ കുറച്ചിട്ട് ഇനി കുറച്ച് നേരം വേവട്ടെ. പച്ചയ്ക്ക് വെച്ച ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കുറച്ചൊക്കെ വെള്ളം കേട്ടോ ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങി അതൊക്കെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് എടുത്തു കേട്ടോ. 10-15 മിനിറ്റോളം എടുത്തു നല്ലപോലെ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തീയൊക്കെ കുറച്ച് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു മല്ലിയിലയും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് പൊറോട്ടയോ ചപ്പാത്തിയോ ചോറോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. പച്ചയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതിനങ്ങ് ഓളത്തിന് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഇതൊരു ഹൈരാലി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നല്ല രുചിയുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും സെറ്റായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. അടപ്പ് തുറന്നപ്പോൾ തന്നെ അതിൻ്റെ മണം സൂപ്പർ. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പം എന്തായാലും ഒന്ന് ഞാൻ കൊടുത്തു നോക്കട്ടെ. ഈ അടപ്പ് തുറന്നപ്പോൾ തന്നെ കേട്ടോ സൂപ്പർ മണമായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ രുചിയും അതുപോലെ തന്നെയായിരിക്കും. ഞാൻ രുചിച്ച് നോക്കിയില്ല, ഇവള് രുചിച്ച് നോക്കി. എങ്ങനെയുണ്ട്? സൂപ്പർ ഇരിക്കുമോ? നമ്മളുണ്ടാക്കിയത് തന്നെ സൂപ്പറാന്ന് മനസ്സിലായി. കാരണം വേറെ ഒന്നും അല്ല, അടപ്പ് തുറന്നപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. അപ്പം അപ്പോൾ ഇനി നമ്മളിനി വാങ്ങുവാണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോവാണ്. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് അവസാനമായിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് തൂവി കൊടുക്കാം. സെറ്റാക്കിയാക്കാം. ഇപ്പം സെറ്റായി. ഇതൊന്ന് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ രുചി കേട്ടോ. അതിന് ശേഷം ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. ഈ ചപ്പാത്തി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ചപ്പാത്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം ഇതൊന്ന് ഇരിക്കട്ടെ. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാം. അപ്പം ഗൈസ് നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ കറിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചയ്ക്ക് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചെറിയൊരു പച്ച കളറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയ്ക്കകത്ത് അത് ഏത് കളറാണെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ചെറിയൊരു പച്ച കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇടയ്ക്കൊന്ന് രുചിച്ച് നോക്കിയായിരുന്നു, അന്നേരം നല്ല ഭംഗിയായിരുന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയൊന്നും പോട്ടെ, നമ്മൾ കാഴ്ചകൾ കണ്ട് ഭംഗി എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ കഴിക്കുന്നതായിരുന്നു ചിലപ്പം ഭംഗി എന്നായിരിക്കും വരുന്നത്. അത് നിങ്ങളൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. സൂപ്പർ. നല്ല പഞ്ഞിക്കട്ടി പോലെ ഉണ്ട്. ആ ചാറും കൂടെ കൂട്ടിയിട്ട് സൂപ്പർ. എല്ലാം പാകത്തിന് കേട്ടോ. നമ്മൾ വെച്ചോണ്ട് പറയുന്നൊന്നുമല്ല, അങ്ങനെ നമ്മൾ കളതരം പറയേണ്ട കാര്യമില്ല. എന്തായാലും മുളക് പൊടിയൊന്നും ഇല്ലെങ്കിലും കറക്റ്റ് പച്ചമുളകിൻ്റെയും ആ കുരുമുളകിൻ്റെയൊക്കെ രുചിയുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി നല്ല രുചി കേട്ടോ. സൂപ്പർ. ചപ്പാത്തിയും കൂടെ കൂട്ടി കഴിയും. ചപ്പാത്തിയോ പൊറോട്ടയോ, എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ എനിക്കിഷ്ടം പൊറോട്ടയുടെ കൂടെ കഴിക്കുന്നതാണ്. പക്ഷേ പൊറോട്ട ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ചപ്പാത്തിയോ പൊറോട്ടയോ ഇനി റൈസോ എന്ത് വേണമെങ്കിലും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുക. സൂപ്പർ.
അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റിയും കൂടെയാവും, നല്ല രുചിയാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നല്ല രുചിയായിട്ടുള്ള ഒരു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു യാത്രകളും രുചികളൊക്കെ ആയിട്ട് ഉടനെ ഓടിയെത്താം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ.